ഹൈനിന് ബർത്ത്ഡേ ആട്ടോ നാളെ. ഒരു കുറേ കാത്തിരുന്നൊരു ദിവസമാണ് കേട്ടോ. കാരണം അതെന്താണെന്നൊക്കെ ഞാൻ വഴിയെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ടൗണിലേക്കാണ് പോണത്. ഇവർക്കും ചില്ലറ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളും വാങ്ങാനുണ്ട്. പിന്നെ അതേപോലെ ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഹയാനോനെ ഇക്കാൻ്റെ ഉമ്മൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോണത്. ഓനെയും കൊണ്ട് ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം നോക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിക്കും അല്ലറ ചില്ലറ പണികളൊക്കെ കഴിപ്പിക്കാനുണ്ടേനു കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നേരെ വണ്ടീൻ്റെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇക്കാക്ക പോയപ്പോൾ ഞാനും നീയക്കുട്ടിയും നല്ല പോസ്റ്റ് ആട്ടോ. ഹയമോളം ഉറങ്ങാണ്. അങ്ങനെ മെയിനായിട്ട് വന്നത് വണ്ടീൻ്റെ വീൽ കപ്പ് മാറ്റാനേനും. പക്ഷേ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ബാക്കത്തെ ലൈറ്റും കൂടി ഒന്ന് മാറ്റാം. അത് നല്ലപോലെ ഡിമ്മായി കിടക്കുന്നുണ്ടേനു കേട്ടോ. അപ്പോൾ പുതിയ ലൈറ്റ് ഇട്ടപ്പോൾ വണ്ടിക്കും നല്ലൊരു അട്രാക്ഷനായി. അങ്ങനെ അതും കൂടി മാറ്റി കുറേ സമയം ഇവിടെ തന്നെ പോയിട്ടോ. എന്നാലും കുഴപ്പമില്ല, അത് കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വർക്ക് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ടൗണിലേക്കാണ് പോയത്. അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഓഫ് വൈറ്റ് കളർ തീമിൽ ആണ് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് നിക്കാഹിനിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇൻഷാല്ലാ അയക്കുഞ്ഞേക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കണം. അത് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് തിരിയാനുള്ളൊരു നേരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മാത്രം എടുത്തിട്ടോ. പിന്നെ ഇതാ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. ക്രയോൺ ആട്ടോ വാങ്ങിയത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒരു എന്താ പറയുക, നമ്മുടെ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ രണ്ടാൾക്കും വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ കുട്ടികൾക്ക് നെയ്റോസ്റ്റും ഞാനും നെയ്റോസ്റ്റാട്ടോ വാങ്ങിയത്. പിന്നെ ഹൈനിൻ്റെയും ഫേവറേറ്റ് ആയിട്ടാട്ടോ കാടമുട്ട മസാല തേച്ചത്. അത് എത്ര കൊടുത്താലും രണ്ടാളും കഴിക്കും കേട്ടോ. ഒറ്റ ഇരിപ്പിൽ തന്നെ കഴിക്കും. അത്രയ്ക്കും ഇഷ്ടമാട്ടോ. പിന്നെ ഇവിടുത്തെ മസാല തേച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ കിട്ടുന്നതിനേക്കാളും ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത നെയ് റോസ്റ്റ് എത്തിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ് റോസ്റ്റും. പിന്നെ ഇക്കാക്കി ഞാൻ എത്തിയും കൊത്തു പൊറാട്ട കേട്ടോ വാങ്ങിയത്. അത് മാത്രം ഒന്ന് ഫ്ലോപ്പായി പോയി. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടേസ്റ്റ് ഒന്നും ഇല്ലേനും. നമ്മൾ കൊടുത്ത പൈസക്ക് ഒരു വേർത്തായിട്ട് തോന്നിയില്ല കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിലും അതുകൊണ്ടാണോ ടേസ്റ്റ് അറിയാത്തതെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഈ സംഭവം ലാസ്റ്റിൻ്റെ തലയിലായിട്ടോ. കാരണം ഓൾക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ ബാക്കി കഴിച്ച ആ നെയ് റോസ്റ്റായിട്ട് ഓള് കഴിച്ചത്. ഈ സംഭവത്തിൻ്റെ തലയിലായി. ഞാൻ ഇതെങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്ത് പകുതിയൊക്കെ ഓൾക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.